പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം അത് വൈകിപ്പിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയിലെത്തുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ന് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ തെളിവെടുപ്പ് മൊഴിയെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ നിതിൻ പ്രഭാകരനും കോടതി വളപ്പിൽ നിന്ന് എബിയും ചേരുന്നുണ്ട്. നിതിനിലേക്ക് ആദ്യം. നിതിൻ, ഈ അച്ഛൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു. CBI ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരു പ്രകടമായ ഘട്ടമാണത്. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങളായി CBIയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ CBI ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷമുള്ള നിർണായക നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ലഭ്യമായ വിവരപ്രകാരം അച്ഛൻ്റെയും സിദ്ധാർത്ഥിൻ്റെ അമ്മാവിൻ്റെയും മൊഴി CBI രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വയനാട് PWD റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില സഹപാഠികൾ തന്നോട് ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിദ്ധാർത്ഥിൻ്റെ സഹപാഠികൾ തന്നെയാണ് തന്നോട് പറഞ്ഞത് എന്നായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ CBI ഉദ്യോഗസ്ഥരോട് പറയും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ CBI ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പങ്കുവെക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നിർണായകമായ ഒരു കാര്യമുള്ളത്, ഈ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിലെത്തിയ CBI സംഘം വയനാട് DYSPയിൽ നിന്നും കൽപ്പറ്റ DYSPയിൽ നിന്നും ശേഖരിച്ചിരുന്നു. CBI സംഘം ഇത് വിശദമായി പരിശോധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ നിർണായകമായ മൊഴി എടുക്കലിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെയും അമ്മാവൻ്റെയും മൊഴിയെടുത്ത ശേഷം പൂക്കോട് സർവകലാശാലയിലെ സഹപാഠികളായ വിദ്യാർത്ഥികളുടെ മൊഴി കൂടി എടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. CBI അന്വേഷണം നടക്കുന്നതിന് സമാന്തരമായി തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ പൂക്കോട് ക്യാമ്പസിനകത്ത് ഹർജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി എബി കൂടി ചേരുകയാണ്. എബി, ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അത് സമാനമായി തന്നെ ഹർജിയും ഹൈക്കോടതിയിലുണ്ട്. അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ CBIക്ക് സർക്കാർ ഇതിൻ്റെ തെളിവുകളും മറ്റ് പ്രാഥമിക നടപടികളിലേക്കും പോകുന്നതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നതൊക്കെയാണ് കോടതിയിൽ നിന്ന് വ്യവഹാരങ്ങളായി എത്തുന്നത്. എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ച് നൽകാനാകുന്ന വിവരങ്ങൾ? എബി. അജിംഷാദ്, ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിന് ഈ അന്വേഷണത്തിന് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ഒരു കാലതാമസം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. അത് വെറും ഒരു ക്ലറിക്കൽ ജോലി മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ കാലതാമസം വരേണ്ട ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചിരുന്നു. അപ്പം CBI ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ധരിപ്പിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട CBIയുടെ അന്വേഷണം CBIക്ക് ഏറ്റെടുക്കണമെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ഇറങ്ങേണ്ടതുണ്ട്. അങ്ങനെ അത്തരത്തിൽ വിജ്ഞാപനം ഇറങ്ങാൻ വൈകിയതാണ് ഇതിനൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും അന്വേഷണം ഹൈക്കോടതി ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസം തന്നെ വിജ്ഞാപനം ഇറങ്ങുകയും CBI കേസ് അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിൽ തീർപ്പാക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്.